ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ BEL, അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. നമ്മുടെ കേരളത്തിലേക്ക്, അതിന് വിവിധ റീജിയൻ വൈസ് വേക്കൻസി വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് നിശ്ചിതമുള്ള വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പാൻ ഇന്ത്യ അടിസ്ഥാനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഒരു ഗൂഗിൾ ഫോമാണ്, ഇത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് ജോലിയല്ല, ടെമ്പററി ആണ്. നമുക്ക് 3 വർഷം വരെ അത്യാവശ്യം നല്ല സ്കെയിലിൽ നമുക്ക് ശമ്പളത്തിൽ നമുക്ക് ജോലി ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിനുള്ള ഒരു എൻട്രിയാണ്. കാരണം ഇതിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്താൽ പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്ന, അതായത് ഒരുപാട് പബ്ലിക് സെക്ടറുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇപ്പം ഇനീഷ്യലി 3 വർഷത്തേക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല, അതിൻ്റെ മറിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് ഇത് കാണണം. കാരണം നമ്മൾ വെറുതെ നടക്കുന്നതിലുപരിയാണ് നമുക്ക് കരാറടിസ്ഥാനത്തിലുള്ള ജോലി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ എഴുതുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. നമുക്ക് നിശ്ചയമുള്ള ടൈം കണ്ടെത്തി പഠിച്ച് നമുക്ക് എക്സാം എഴുതിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. അപ്പം ഇങ്ങനെയുള്ള ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആവുകയും, ഇങ്ങനെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്തരം പബ്ലിക് സെക്ടറിലേക്ക് വിളിക്കുന്ന സമയത്ത് ആ കോമ്പറ്റീഷൻ കുറയും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മളൊരു ഇനിഷ്യലി ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണിത് നല്ല ഫീഡ്ബാക്ക് ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊരു കാര്യം വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, ഇവിടെ ലിങ്ക് കാണാം. ഇവിടെ ലിങ്കിൽ 2 or more ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കൊടുത്ത ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. മൊബൈൽ വ്യൂവിൽ വ്യത്യാസം ഉണ്ടാവും, അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അതിൽ സ്റ്റഡി മെറ്റീരിയൽ എന്ന് കാണാം. ഇപ്പോൾ ഈ ലിങ്ക് ഇവിടെ മാത്രമല്ല ഞാൻ കൊടുത്തത്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്, ഇൻസ്റ്റയുടെ ബയോയിലുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഈ ലിങ്ക് കിട്ടും. ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലാൻഡിംഗ് പേജ് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്കൂടെ കാണാൻ GOCL ചെയ്യുന്ന അവിടെ എംബ്ലക്ക് കൂടെ കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ISROയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സിവിൽ EC MEC ഉണ്ട്. പിന്നെ ALPൻ്റെ ക്വസ്റ്റ്യൻ, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസറോട് ഇപ്പം തന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ ഉള്ളതാണ്. ഇപ്പം അത് ആൻസർ കീ ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതിൽ നിങ്ങൾ നിശ്ചിതമായുള്ളൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ, പിന്നെ ISRO ടെക്നീഷ്യൻ ഉണ്ട്. അപ്പോൾ ഏതാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ആ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. നിശ്ചയമുള്ള ചെറിയൊരു എമൗണ്ട് നമുക്ക് സർവീസ് ചാർജ്, കാരണം നമ്മൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി നമ്മൾ കറക്റ്റായിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിന് സപ്പോർട്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ചതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ബാക്കൊന്നും അടിക്കാൻ പാടില്ല, റീഫ്രഷ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഫയല്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം. ഇനി നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ബാംഗ്ലൂരാണ് ഇതിൻ്റെ ആസ്ഥാനം. അതോടൊപ്പം തന്നെ 28/2/2024 ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ടെമ്പററി അടിസ്ഥാനത്തിലുള്ള ജോലിയാണ്. ഇപ്പം പാൻ ഇന്ത്യ അടിസ്ഥാനത്തിലാണ് വിവിധ പ്രൊജക്റ്റിലേക്കാണ് ഈ നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത്. ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സോൺ വൈസ് വേക്കൻസിയും കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഏത് സോണിലാണ് നിങ്ങൾക്ക് വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഇപ്പോൾ സൗത്തിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. തെലുങ്കാന, കർണാടക, കേരള അതൊക്കെ കാണാൻ പറ്റും. 131 വേക്കൻസിയാണ് ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത്. ജനറൽ 210, OBC 119, ദെൻ EWS 82, SC 77, ST 39. ഇതിലേക്ക് എക്സ്പീരിയൻസ് 0 ഇയർ ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് 1/2/2024 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് BA or BTech കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 28 വയസ്സ് മതി. ഇനി ME or MTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അവർക്കാണെങ്കിൽ 30 വയസ്സ്. ഏജിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി OBC ആണെങ്കിൽ ഈ പറയുന്ന 28 + 3 31 വയസ്സിൽ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സിൽ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ME or MTech വെച്ചുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഇതുപോലെ OBC SC/STക്കൊക്കെ ഈ പറഞ്ഞ 3 വർഷം 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് ME അല്ലെങ്കിൽ MTech, ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
ഡിപ്ലോമ ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് മിനിമം ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% ഈ പറയുന്ന എല്ലാ സെമസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും. ഇനി SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് അവർക്ക് പാസ് ക്ലാസ് മതി, ജസ്റ്റ് പാസ് മാർക്ക് മതി. ഓക്കെ, ഏജൻറ്റൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിവിടെ സ്കിപ്പ് ചെയ്യാണ്. ഇനി പീരീഡ് ഓഫ് കോൺട്രാക്റ്റിലൂടെ പറയുന്നത് വെച്ചാൽ ഇനീഷ്യലി 2 വർഷത്തേക്കാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ഈ പറയുന്ന പ്രോജക്റ്റും ഇതിനൊക്കെ അനുസരിച്ച് 1 വർഷം കൂടെ വേണമെങ്കിൽ കൂടിത്തരാം. അങ്ങനെ 3 വർഷമായിരിക്കും എന്ത് ചെയ്യുക ടൈം ഡ്യൂറേഷൻ. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 30,000 പെർ മന്താണ്, മന്ത്ലി 30,000 നമുക്ക് ലഭിക്കുക. ദെൻ രണ്ടാമത്തെ വർഷത്തേക്ക് 35,000 ആണ് നമുക്ക് മന്ത്ലി ലഭിക്കുക. മൂന്നാമത്തെ വർഷത്തേക്ക് 40,000 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു സാലറി കിട്ടുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. അതിൽ റിട്ടേൺ ടെസ്റ്റിന് 85% വെയിറ്റേജ് ആണ് വരിക, റിട്ടേൺ ടെസ്റ്റിന് 15% വെയിറ്റേജ് ആണ് വരിക. ഇനി എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണിത്. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ഞാൻ കാണിക്കാൻ വ്യക്തമായിട്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ടൈം ഫെബ്രുവരി 28 മുതൽ നിങ്ങൾക്ക് മാർച്ച് 13 വരെയാണ് സമയമുള്ളത്. വളരെ ലിമിറ്റഡ് ടൈമാണ്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. അതെങ്ങനെ ഫില്ല് ചെയ്യണേ കാണിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് അവരൊരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് സെൻഡ് ചെയ്ത് തരും. ആ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിലാവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ വെച്ചിട്ട് അതിൽ ഒട്ടിക്കേണ്ട ആവശ്യം സ്ഥലങ്ങളൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷൻ്റെ സമയം ഉണ്ടാകും. അത് നമ്മുടെ ഇമെയിൽ ID നമ്മൾ കൊടുക്കുന്ന മെയിൽ ID ഉണ്ടല്ലോ, ആ മെയിൽ IDയിലൂടെ ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ അറിയിക്കും. നമ്മളെ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ആയിട്ട്, അതായത് ഈ പറയുന്ന ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ മെയിലിലേക്ക് അവർ അയച്ചു തരുന്ന അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് അതിൽ ഫോട്ടോ കൊട്ടിച്ച് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഫോട്ടോ കോപ്പി കാര്യങ്ങളോ ഒറിജിനലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷന് പോവാണ് വേണ്ടത്. അത് നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മുടെ മെയിൽ IDയിലേക്ക് അവർ അറിയിക്കും. ഓക്കെ, നിങ്ങളുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, മെയിൽ വഴിയാണ് അറിയിക്കുക. ഓക്കെ, അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നത് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഈ പറയുന്ന എന്താണ് ME or MTech അല്ലെങ്കിൽ BE or BTech എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ SC/ST OBC ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനായിരിക്കണം കേട്ടോ നമ്മൾ ചെയ്തിരിക്കേണ്ടത്. ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ, അതിൻ്റെ പ്രിൻറ്റ് നമ്മളെ കയ്യിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് മിനിമം വേണ്ടത്. പിന്നെ അപേക്ഷ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 150 രൂപ പ്ലസ് 15% GST ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരു ഫീസും കൊടുക്കേണ്ട. ഫീ അടയ്ക്കേണ്ടത് SBI കളക്റ്റിലൂടെയാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാനും നമ്പറൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ ഗൂഗിൾ ഫോം കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഈ ഗൂഗിൾ ഫോമിലേക്കായിരിക്കും വരിക. BL ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി ഇവിടെ നമ്മുടെ താഴെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, വാലിഡ് ആയ മെയിൽ ID കൊടുക്കുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇവിടെ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ പേര് കറക്റ്റ് കൊടുക്കുക, ഫാദറിൻ്റെ പേര്, ബേസിക് കാര്യങ്ങളാണ്. നമ്മുടെ SSLC ബുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യണം, ഏജ് കാര്യങ്ങൾ, പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ, മാരീഡ് അൺമാരീഡ്, റിലീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബേസിക് കാര്യങ്ങളാണ്. ഇവിടെ കൂടുതലായിട്ടൊന്നും പറയണം തോന്നുന്നില്ല. പെർമനൻറ്റ് അഡ്രസ്സ്, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഇതൊക്കെ കൊടുക്കണം. ഓക്കെ, പിന്നെ ഇത്തരം മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഓക്കെ, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇമെയിൽ ID നമ്മൾ വീണ്ടും ഇവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, എല്ലാ കമ്മ്യൂണിക്കേഷനും ഇമെയിൽ ID വഴിയായിരിക്കും. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ME ആണോ അല്ലെങ്കിൽ എന്താണ് MTech ആണോ ഏതായാലും നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഏതാണ് ഡിസിപ്ലിൻ എന്നുള്ളത് നിങ്ങൾ ഏതാ പഠിച്ചു വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ പെർസെൻറ്റേജും നമ്മുടെ മാർക്ക് BE or BTech നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ME or MTech കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ് BE or BTech അല്ലെങ്കിൽ ME or MTech സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ എന്താണ് CGPA ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫോർമുല കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ തന്നെ അത് കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ CGPA എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ്. അപ്പോൾ അത് നമ്മൾ കോളേജിലേക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത് സർട്ടിഫൈ ചെയ്ത് അവർ തരും, ഒരു അത് നമ്മളവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി അതല്ല മാർക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ CGPA അധിക സർട്ടിഫിക്കറ്റിലും CGPA നമുക്ക് പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നതിനുള്ള ഫോർമുല സർട്ടിഫിക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ബേസിക് അത്രയും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, പിന്നെ ഈ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് നമുക്ക് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ SBI ഫീ ഓൺലൈൻ റെസിപ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അത് നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു SBI ഫീ
റെസിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഏത് സോണിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സോണിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ. സൗത്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അഗ്രി കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഇൻസ്റ്റയിൽ ചോദിച്ചാൽ മതി. ദെൻ പ്രത്യേകിച്ച് നിങ്ങൾ ഫോളോവും ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ലിങ്ക് തരുന്നത് SB കളക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരും കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അടുത്തോടെ പേയ്മെൻറ്റ് കാറ്റഗറിയാണ്. പേയ്മെൻറ്റ് കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കാം. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്പർ ഇവിടെ കാണാം. HLS ആൻഡ് SCB ആണ്. അപ്പോൾ അത് ഇതൊന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ഇവിടെ പോയി. യെസ്, നിങ്ങൾക്ക് കാണാം ട്രെയിനി എഞ്ചിനീയർ HLS ആൻഡ് SCB പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ട്രെയിനി എഞ്ചിനീയർ ഇതിൽ കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണേ, ഫീ അടിക്കുന്ന തെറ്റായി പോരുത്. ട്രെയിനി എഞ്ചിനീയർ ഫോർ HLS ആൻഡ് SCB പാൻ ഇന്ത്യ എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് 127 രൂപയാണ് GST അടക്കം നമുക്ക് വരുന്നത്. കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് അതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാകും. ആ റെസിപ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗൂഗിൾ പേയിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു അപേക്ഷാ ഫോം അവർ സെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൻ്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അതിനനുസരിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് മാക്സിമം നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.